നമസ്കാരം, ഞാൻ മരിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ശുംഭനിൽ നിന്ന് കുറുക്കനിലേക്ക്. മന്ത്രി KC ജോസഫിനെതിരെ കോടതിയലക്ഷ്യ നടപടി. വി ശിവൻകുട്ടി MLA നൽകിയ പരാതിയിൽ ഫെബ്രുവരി 16-ന് നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കോടതി നടപടി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരായ ഫേസ്ബുക്ക് പരാമർശത്തിൽ. മുഖ്യമന്ത്രിയെയും AG ഓഫീസിനെയും വിമർശിച്ച അലക്സാണ്ടർ തോമസിനെ KC ജോസഫ് വിശേഷിപ്പിച്ചത് ചായക്കോപ്പയിൽ വീണ് ഓരിയിടുന്ന കുറുക്കനെന്ന്. കോടതി ഉത്തരവിനോട് പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി. ഉറപ്പില്ലാത്ത റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നത് സംബന്ധിച്ച് ജോസ് കെ മാണിക്ക് ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം. വില തകർച്ച പരിഹരിക്കാൻ 500 കോടി രൂപ അനുവദിക്കുന്ന കാര്യം ധനമന്ത്രാലയത്തിന്റെ പരിഗണനയിലെന്ന് വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമൻ. MP-യുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമാണ് ചെയ്തത്. വിഷയത്തിൽ മറ്റ് MP-മാരും നിവേദനം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി. വിശദീകരണം: റബ്ബർ വിലയിടിവ് തടയാൻ ആവശ്യമായ സഹായം കേന്ദ്രം നൽകുമെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്ക് വിപരീതമായി. സരിത പാരായണം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ MLA-മാർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി സരിത സോളാർ കമ്മീഷനിൽ. ബെന്നി ബെഹ്നാനും PC വിഷ്ണുനാഥും ടീം സോളാറിൽ നിന്ന് പണം കൈപ്പറ്റി. 2011 നവംബറിൽ ബെന്നിക്ക് 5 ലക്ഷവും മാനവിക യാത്രയ്ക്ക് വേണ്ടി വിഷ്ണുനാഥിന് 2 ലക്ഷവും നൽകി. ബെന്നി ബെഹ്നാൻ MLA-യെ നേരത്തെ അറിയാം. ടീം സോളാറിൽ നിന്ന് പല രാഷ്ട്രീയ നേതാക്കളും സംഭാവനകൾ കൈപ്പറ്റിയിട്ടുണ്ട്. സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആര്യാടനെയും മാത്രമാണ് സമീപിച്ചത്. കമ്പനിയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ ഉമ്മൻചാണ്ടിയെന്നും മൊഴി. വിവാദ കത്തിലെ പരാമർശങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറെന്ന് സരിത. മുദ്രവെച്ച കവറിൽ കത്ത് ഹാജരാക്കാം. കേസിൽ തനിക്കെതിരെ നിലനിൽക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമെന്നും സോളാർ നായിക. മേധാവിക്ക് VS-ന്റെ റിപ്ലൈ. DGP TP സെൻകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി VS. നാട്ടിൽ ഗുണ്ടാവിളിയാട്ടം ശക്തമാകുമ്പോൾ DGP ഫേസ്ബുക്കിൽ കളിക്കുന്നു. പോലീസിന്റെ ജോലി അഴിമതി സർക്കാരിനെ താങ്ങി നിർത്തലും സമരങ്ങളെ അടിച്ചമർത്തലുമെന്നും ആക്ഷേപം. ഉമ്മൻചാണ്ടി സർക്കാരിന് ഗുണ്ടകളോട് മൃദു സമീപനം. സെൻകുമാറിന് ജാഗ്രത, സോളാർ കേസ് തേച്ചുമായ്ച്ചു കളയാൻ. DGP എന്നാൽ ലോ ആൻഡ് ഓർഡർ എന്നല്ല, മറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പറയേണ്ടതെന്നും VS-ന്റെ പരിഹാസം. നേട്ടത്തിന്റെ 19-ാം അധ്യായം. ദേശീയ സ്കൂൾ കായികമേളയിൽ തുടർച്ചയായ 19-ാം തവണയും കേരളത്തിന് കിരീടം. 61ാമത് സ്കൂൾ മീറ്റിൽ കേരളത്തിന്റെ നേട്ടം 39 സ്വർണവും 28 വെള്ളിയും 16 വെങ്കലവും. ട്രിപ്പിൾ സ്വർണം നേടി ലിസ്ബത്ത് കരോളിൻ മികച്ച താരം. കായികമേളയിൽ കേരളത്തിന് വേണ്ടി ഇക്കുറി മീറ്റ് റെക്കോർഡ് കുറിച്ചത് 10 താരങ്ങൾ. 101 പോയിന്റുമായി 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്ക്, 3ാം സ്ഥാനം തമിഴ്നാടിന്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2520 രൂപ, പവൻ 20,760 രൂപ, വെള്ളി ഗ്രാമിന് 37.45 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.